നമസ്കാരം. ഒരു 45-50 വയസ്സിലെത്തിയവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രായമാകുന്നു അല്ലെങ്കിൽ ഏജിങ് സൈൻസ് ആയിട്ട് കാണിക്കുന്നത്, ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ചർമ്മത്തിൽ വരുന്ന റിങ്കിൾസ് അല്ലെങ്കിൽ ഫൈൻ ലൈൻസ്, ചുളിവുകൾ തന്നെയാണ്. അപ്പം ഇത് കാരണം ഇതൊരു പ്രശ്നമല്ലാത്തവരുമുണ്ട്, പക്ഷേ ഇത് കാരണം ഒന്ന് കണ്ണാടിയിൽ പോലും നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമുണ്ട്. അപ്പോൾ ഈ 50 എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രായമൊന്നുമല്ല. നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രായം വളരെ ചുറുചുറുക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫൈൻ ലൈൻസിനെയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വളരെ പെട്ടെന്ന് ഇത്തരം ചുളിവുകൾ വീഴുന്നത് തടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു 5 ഫാർമസിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന 5 രസായന കൂട്ടുകൾ, അതുപോലെ തന്നെ 2 അടിപൊളി റിസൾട്ട് കിട്ടുന്ന 2 ഫേസ് പാക്കുകൾ, ഇനി അവർക്ക് കഴിക്കേണ്ട ചില സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ക്രീമിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ള കാര്യങ്ങളും, കഴിക്കേണ്ട പ്രത്യേകതരം ഫുഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രായത്തിനെ മറക്കുക എന്നുള്ളതല്ല, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാൾക്കും കറക്റ്റായിട്ട് നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ ശരിയായിട്ട് രീതിയിൽ നടക്കുന്നു എന്നുള്ള ഒരാൾക്കും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വളരെ വൈകിയായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ സജിത ദിജിൻ. നമ്മൾ സാധാരണയായിട്ടും കേൾവിക്ക് ചെറിയൊരു മങ്ങലേൽക്കുക അല്ലെങ്കിൽ കാഴ്ച ശക്തി കുറഞ്ഞു വരിക എന്നുള്ളതും, ഇമ്മ്യൂണിറ്റി സിസ്റ്റം വേണ്ടത്ര തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് വെസൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു എന്നുള്ളൊരു കാരണം കൊണ്ടോ, അല്ലെങ്കിൽ ജനറ്റിക് ഫങ്ഷൻസ് ടെസ്റ്റിസിൻ്റെയും ഓവറിസിൻ്റെയും ഒക്കെ കുറഞ്ഞു വരുന്നതും, നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കുറഞ്ഞു പോകുന്നതും, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞു എന്നുള്ളതും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രായം എത്തുന്നതിനനുസരിച്ച് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിൽ കാണുന്ന, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചർമ്മത്തിൽ വരുന്ന ഈ വ്യത്യാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 ഫേസ് പാക്കുകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ചുളിവ് മാറ്റിയെടുക്കാം എന്ന് പറയുന്നത് അത്ര തന്നെ സത്യസന്ധമല്ല. കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ 2 ഫേസ് പാക്ക് പോരാ, കുറച്ച് പണിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് വൈറ്റമിൻസും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സപ്ലിമെൻസും ഫുഡും ഏതൊക്കെ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. omega-3 തന്നെയാണ് ആദ്യം. നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായാലും സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. അതുപോലെ വൈറ്റമിൻ ഇ, നെർവ് സംബന്ധമായിട്ട് തരിപ്പും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും അവർക്കും തന്നെ വൈറ്റമിൻ ഇ വളരെ അത്യാവശ്യമാണ്. ഇനി സ്കിന്നിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതില്ലല്ലോ, വൈറ്റമിൻ ഇ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുള്ള വൈറ്റമിൻ തന്നെയാണ്. അതുപോലെ തന്നെ സിങ്ക് ആയാലും നമുക്ക് ശരീരത്തിൽ ശരിയായിട്ടുള്ള സർക്കുലേഷൻ നടത്താനും അല്ലെങ്കിൽ അനീമിയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും വേദനകൾ കുറയ്ക്കാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനും ഇത്തരം വൈറ്റമിൻസ് ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് കൊളാജൻ സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി കൊളാജൻ കൂട്ടാൻ വേണ്ടിയിട്ടായാലും നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഫുളം ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി എന്നുള്ളത്. പഴങ്ങളും പച്ചക്കറികളിലും എല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിലും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ലിംസിയുടെ ഒക്കെ തന്നെ വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റ് 500 mg ഉണ്ടായിരിക്കും. സേഫ് ആയിട്ട് ഒരു ദിവസം 1 എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്നതാണ്. എങ്കിലും ഉള്ളിലേക്ക് മെഡിസിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടറിനെ കണ്ടിട്ട് ഒരു അഡ്വൈസ് തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, അതിപ്പം ഇലക്കറികൾ ഏതും തന്നെയാവാം, പച്ചക്കറികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഡീപ് സീയിലുള്ള ഫിഷസ്, ഷെല്ലുള്ള ടൈപ്പുള്ള ഫിഷ് കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, തവിട് കലയാത്ത ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതും അത് ഏത് പ്രായത്തിലുള്ള
ഉള്ളവർക്കും തന്നെ ഒരുപോലെ ഗുണകരമായിട്ടുള്ളതാണ്. നട്ട്സുകളും സീഡ്സുകളും എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. സ്കിന്നിൻ്റെ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫേസിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഫേസ് പാക്കുകൾ ഏതാണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്കിന്നിലെ ഈ ഒരു കൊളാജൻ കുറഞ്ഞ് ഇത് ടൈറ്റ് ആവാതിരിക്കുന്ന സമയത്താണ് സ്കിന്നിന് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സ്കിന്നിനെ ടൈറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെമഡി പറയട്ടെ, അതൊന്നാണ് മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുന്നത്. മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഇത്തരം ഫേസ് പാക്കുകൾ നമുക്ക് അല്പം നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അല്പം തേനും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇത് സ്കിന്നിനെ ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് അല്പം തൈരിലേക്ക് കടലമാവ് കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഫേസ് പാക്കുകളാണ്. ഇതൊക്കെ തന്നെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുറമേക്ക് അപ്ലൈ ചെയ്യാൻ ഈ 2 കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഇനി അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയാം. അത് നമ്മൾ ആൽക്കഹോള് അല്ലെങ്കിൽ മദ്യപാനം ആയാലും അല്ലെങ്കിൽ പുകവലി ആയാലും ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും, അതുപോലെ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ ഇത് സ്കിന്നിനെ കൂടുതൽ ഡാമേജ് ആക്കും എന്നുള്ളതുമാണ്. ഷുഗറിൻ്റെ ഉപയോഗം നന്നായി കുറയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് സ്കിന്നിന് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരുത്താൻ ഒരു പ്രായം കഴിഞ്ഞാൽ കാരണമാകാറുണ്ട്. അതുകൊണ്ട് അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മാറ്റേണ്ടത്. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ദഹനത്തെ ഈസി ആക്കുന്ന കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. മെറ്റബോളിസം ശരിയായ രീതിയിലാണെങ്കിൽ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അറിയാലോ, പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദഹന പ്രക്രിയ, മെറ്റബോളിസം എല്ലാം കറക്റ്റായിട്ട് നടക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലാത്ത ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ കോമൺ ആണ്. അങ്ങനെയുള്ളവരുടെ ഫേസിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു പ്രസരിപ്പില്ലായ്മയോ അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന മറ്റ് ഇഷ്യൂസോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്നത് കാരണം ഈ ഏജിങ് സൈൻസ് നേരത്തെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനെന്താണ് ചെയ്യേണ്ടത്? ശരിയായ രീതിയിലുള്ള സർക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രാണായാമ ചെയ്യുന്നത്, ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായാലും അതുപോലെ തന്നെ ആസ്മ രോഗികൾ ഒക്കെ ആണെങ്കിൽ അവർക്കതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള സ്കിന്നിൻ്റെ എല്ലാം തന്നെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആയുർവേദത്തിൽ തന്നെയുള്ള പഞ്ചകർമ്മ എന്നുള്ള ഈ ഒരു സെക്ഷൻ തന്നെ ഇതുപോലെയുള്ള റെജുവനേഷൻ തെറാപ്പിയാണ്. അതിൽ ഡീടോക്സിഫിക്കേഷൻ ആണ് ആദ്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഡീടോക്സിന് സഹായിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. വെറും വയറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും നല്ലൊരു ഡീടോക്സ്. 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള നെല്ലിക്ക, കുക്കുംബർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും അല്പം ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഉപയോഗിച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതായാലും അല്ലെങ്കിൽ ചിയ സീഡ് ഉപയോഗിച്ച വെള്ളം കുടിക്കുന്നതായാലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുമ്പളം അല്ലെങ്കിൽ ഇളവൻ നന്നായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്, ഇതൊക്കെ തന്നെ ലിവറിനെ ഒന്ന് ഡീടോക്സ് ചെയ്യാൻ സഹായിക്കുന്ന ടിപ്പുകളാണ്. അപ്പോൾ ഇത് ദിവസേന ഒന്ന് തന്നെ ഫോളോ ചെയ്യേണ്ടതില്ല എന്നുള്ളതേ ഉള്ളൂ. നെല്ലിക്ക, ടർമറിക് അല്ലെങ്കിൽ കുടങ്ങൽ, അശ്വഗന്ധ, മറ്റുള്ള ബ്രഹ്മി പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഗുഡൂജി അല്ലെങ്കിൽ ചിറ്റമൃത് എന്ന് പറയും, ഇതൊക്കെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതും റെജുവിനേറ്റിംഗ് ആക്ഷൻ ഉള്ളതും ഒക്കെ ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ ആയുർവേദ പഞ്ചകർമ്മ, അഭ്യംഗ, നസ്യ, ഞവര, കിഴി, പിഴിച്ചിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതും ഒരു ഡീടോക്സ് മെത്തേഡാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത് എപ്പോഴും തന്നെ നല്ലതായിരിക്കും. അതിന് കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നതും ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിന് കൂടെ നിങ്ങൾ ഫാർമസിയിൽ പോയിട്ട് ഉപയോഗിക്കുന്ന ചില സിറംസോ അല്ലെങ്കിൽ ചില ക്രീമുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കോജിക് ആസിഡ്, ഹൈലൂറോണിക് ആസിഡ് തുടങ്ങിയിട്ടുള്ളവ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആമലകി രസായനം, കൂഷ്മാണ്ഡ രസായനം, അഗസ്ത്യ രസായനം, ബ്രഹ്മി രസായനം, ചൊവനപ്രാശ് തുടങ്ങിയിട്ടുള്ള ഇത്തരം 5 രസായന കൂട്ടുകൾ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുന്നത് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സൗന്ദര്യ പ്രശ്നങ്ങളും വരാതിരിക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു.
ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫേസ് യോഗ എന്നുള്ളത് എപ്പോഴും തന്നെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്, ഇത്തരം ഫൈൻ ലൈൻസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടിപ്പുകളാണ്. ഫേസ് യോഗയെ കുറിച്ച് മുൻപ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് ഫോളോ ചെയ്തിട്ട് നമുക്ക് ചിലർക്ക് വന്നിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മാറ്റങ്ങളെ കുറിച്ചിട്ടും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്നെ കാണാറുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു തവണ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു 2 ആഴ്ച ചെയ്തിട്ട് വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുക. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ചിലവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഫേസ് യോഗയൊക്കെ തന്നെ. അപ്പോൾ ഫേസിലെ ആ ഫീച്ചേഴ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കൂട്ടാനും സഹായിക്കും. അപ്പോൾ മനസ്സിലാക്കുക, 40ഉം 50ഉം ഒന്നും പ്രായമല്ല കേട്ടോ. അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ യൂത്ത്ഫുൾ ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്ന ഒരു പ്രായം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ അതിന് നിങ്ങൾക്ക് സഹായിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.